ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉച്ചക്കത്തെ വിശേഷമാണ്. അപ്പോൾ ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ചോറൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചു. ഇപ്പം ഞാൻ കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. വലുതായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. വഴുതനങ്ങ ഫ്രൈ ചെയ്തിട്ടൊരു മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളുകളായി ഞാൻ യൂട്യൂബിലൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് അങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി വഴുതനങ്ങയൊക്കെ മുറിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് നീളമുള്ള വഴുതനങ്ങയാണ് കിട്ടിയത്. ഉണ്ട വഴുതനങ്ങയായിരുന്നു വേണ്ടത്, അത് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നീളം വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. അതൊന്ന് ആദ്യം ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. പിന്നെ കുറച്ച് ഉണക്കമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഞാൻ മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കാസർഗോഡ് സ്റ്റൈലിൽ ഒരു തേങ്ങാപ്പീര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. പിന്നെ ഈ തേങ്ങ ചിരവുന്ന സാധനം എവിടെ ഫിറ്റ് ചെയ്താലും നിൽക്കുന്നില്ല. അതൊരു മെയിനായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇളകിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയൊക്കെയോ കുറച്ച് ചിരകി എടുത്തിട്ടുണ്ട്. ഉണക്കമീനൊക്കെ കഴുകിയിട്ട് ഞാനൊരു ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പണ്ടൊന്നും ഉണക്കമീൻ ഇത്ര വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല കേട്ടോ. ഇപ്പം മീൻ കിട്ടാത്തതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമീൻ. ഉണക്കമീൻ ഒരു പീസ് കിട്ടിയാൽ നമുക്ക് ചോറ് കഴിക്കാൻ തോന്നുക, അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ മീനൊക്കെ. ഇപ്പം നമ്മൾ വഴുതനങ്ങയൊക്കെ ഒരു ഭാഗം ആയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരുപാട് ഫ്രൈ ആയി പോയിട്ടോ. അത്രയും ഫ്രൈ ആയി വെന്ത, ജസ്റ്റ് ഒന്ന് വെന്താൽ മതിയായിരുന്നു. കുറച്ചധികം ആയി പോയിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമീനിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഒരുപാട് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. മീനിൽ തന്നെ കുറച്ച് ഉപ്പ് ഉണ്ടാവും, ഉണക്കമീനിലൊക്കെ അങ്ങനെയാണല്ലോ. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് മുറിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ പച്ചമുളകിന് ഭയങ്കര എരിവാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് മാത്രമേ ഇട്ട് കൊടുക്കുന്നുണ്ട്. മക്കൾക്കൊക്കെ കഴിക്കേണ്ടതല്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പം ആണെങ്കിൽ നമുക്ക് പീരയാക്കാനുള്ള തേങ്ങ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് മോരുകറിയും കൂടി വെക്കണ്ടേ. അപ്പം മോരുകറിക്കുള്ള തേങ്ങ ഇനിയും കൂടി ചിരകി എടുക്കാനുണ്ട്. ഞാൻ ചിരകിയ തേങ്ങ ആ മീനിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ 2 വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടായിരുന്നേ. പിന്നെ കുറച്ച് പുളിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ആറി വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയൊക്കെ ചിരവിയെടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒരു പച്ചമുളക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇവിടെ തണുപ്പായതുകൊണ്ട് നമ്മൾ അരച്ചെടുത്താലും എന്തോ പോലെ കൈക്കൊക്കെ പറ്റുന്ന പോലെ തോന്നും തേങ്ങ. അതിനകത്തോട്ട് ഞാൻ പച്ചവെള്ളമാണ് ചേർത്തത്. ചൂടുവെള്ളം ചേർത്താൽ കുറച്ചും കൂടി നന്നായേനെ, പക്ഷെ അങ്ങനെ ചേർത്ത് കൊടുത്തില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചൂടാവാൻ വേണ്ടി വെക്കാം. അത് തിളച്ച ശേഷം അതിലേക്ക് നമുക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇറക്കി വെച്ച ശേഷം അത് തണുത്ത ശേഷം അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. പിന്നെ കടുകും കറിവേപ്പിലയും ഒക്കെ വറുത്തിട്ട് കൊടുത്ത് നമ്മുടെ മോരുകറി റെഡിയായി. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന ശേഷം അരച്ചിട്ട് മോരുകറി ഉണ്ടാക്കിയിട്ടേ ഇല്ല. ഞാൻ മോരൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനത്തെ മോരുകറി അല്ലാണ്ട് ഞങ്ങൾ തേങ്ങ അരച്ചിട്ടുള്ള മോരുകറി ഉണ്ടാക്കിയിട്ടില്ല. കാരണം നമുക്ക് അതിന് ഒരുപാട് തേങ്ങയൊക്കെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ഉണ്ടാക്കാറ്. പിന്നെ മറ്റേ മോരുകറി ഉണ്ടാക്കിയാലും ഇവിടെ അങ്ങ് കഴിച്ചു കൂട്ടിക്കോളും. അതുകൊണ്ട് പിന്നെ വലിയ ടെൻഷനൊന്നുമില്ല. ഇന്ന് ഞാൻ വിചാരിച്ചു, അത് കുറേ ദിവസമായി ഇങ്ങനെ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വഴുതനങ്ങ ഫ്രൈ മോര് കറി റെഡിയാക്കിയത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം, സൂപ്പറാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അത് കൈയോടെ തന്നെ ഞാൻ കഴുകി വെച്ചു കേട്ടോ. അപ്പം തന്നെ കഴുകി വെച്ചാൽ പിന്നെ നമുക്ക് ചോറ് കഴിച്ച പാത്രം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് അപ്പം പിന്നെ മോര് കറി മീൻ്റെ പീരയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് ഞമഞ്ഞമാന്നടിച്ചു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.